ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ നമുക്ക് സുഖമാണേ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കാണാം. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്കൊന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നിങ്ങളോടല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് വീഡിയോ കാണുന്നവരൊക്കെ ഇഷ്ടമായാലും അല്ലെങ്കിലും ഒന്ന് ലൈക്ക് തരാൻ മറക്കരുതേ. പിന്നെ കമൻ്റ് ഇടാൻ എല്ലാവർക്കും മടിയാണ്. ഇതിങ്ങനെ എഴുതിയിടണ്ടേ. അങ്ങനെ എഴുതാൻ മടിയുള്ളവർക്കാണ് ഇയാളെ കുറേ ചിഹ്നങ്ങളിൽ തന്നിട്ടില്ലേ. ഹാർട്ടിൻ്റെ ചിഹ്നമോ ചിർച്ചണ ചിഹ്നമോ അല്ലെങ്കിൽ സൂപ്പർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിഹ്നം ഇനി നമുക്ക് തന്നതാണ് നമ്മൾ ഫോണിൽ ഇങ്ങോട്ട് ഇടാൻ. അപ്പോൾ എന്തിനാ നിങ്ങളിങ്ങനെ മടിച്ച് നിൽക്കണത് ഇടാൻ? ആണ്ട് ഇട്ടുകൂടി ഇയാളെ എന്നെങ്കിലല്ലേ ഞമ്മക്കൊരു സന്തോഷം ഉണ്ടാവുക. ഇങ്ങക്കൊന്ന് തൊട്ടാൽ പോരെ, കാണുമ്പോൾ ഞമ്മക്കൊരു സമാധാനമല്ലേ സന്തോഷമല്ലേ മനസ്സിക്ക്. അതുകൊണ്ട് പറയുകയാണേ, ഏതായാലും നമുക്ക് ഇന്ന് ചായക്ക് കടി ഉണ്ടാക്കുന്നത് ഓട്ടടയാണ്. കുറേ ദിവസമായിക്കണം ഓട്ടട ഉണ്ടാക്കിയിട്ട്. നമ്മളെ മിന്നുട്ടിക്ക് വലിയ തീർപ്പതിയൊന്നുമില്ല, എന്നാലും ഓട്ടട നമുക്ക് തിന്നാൻ പൂതിയായിക്കണേ. ഓക്ക് പിന്നെ എലി കാരണമാതിരി അതിൻ്റെ ഉള്ളത്തെ മാത്രം അങ്ങോട്ട് കാർന്നു കൊടുത്താൽ മതി. ചിരണ്ടി എടുത്ത് കണ്ടുപോക്ക് കൊടുക്കാം. അതായത് നമുക്കിപ്പോൾ ഉണ്ടാക്കാതെക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഞങ്ങൾക്കിന്ന് ചാറുണ്ടാക്കുന്നത് കടലയാണ്. അപ്പോൾ ഞാൻ എന്താട്ടിന്നറിയാം, വെള്ളക്കടലയും നമ്മളെ കാപ്പിക്കടലയും വാങ്ങിയിന്. അപ്പോൾ രണ്ട് കടലയും ഒന്നിച്ചാണ്ട് ഒരാൾക്ക് കണ്ടിട്ട് വെച്ചിക്കാണേ. അപ്പോൾ രണ്ടും കടലയല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഞാനിതാക്കണേ, അതൊക്കെ കുക്കറിലിട്ട് ഒരു തക്കാളി അരിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് നമുക്ക് നമ്മളെ ഗ്യാസുമ്മ കൊണ്ടുപോയി വെച്ചിട്ട് ഒരു 2-3 വിസിൽ വരുന്ന വരെ കാത്തുക്കുക. പിന്നെ തലേന്ന് തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചുകൊണ്ട് തന്നെ നമ്മളെ കടലയൊക്കെ പെട്ടെന്ന് വേവ് കൂട്ടാം. അപ്പം ഇനി കടല വെള്ളത്തിലിടാൻ മറന്നാലും നല്ലോണം തിളച്ച വെള്ളം എടുത്ത് ഗ്യാസ് റോളിൽ പാർന്ന് അതിൽ കടലിട്ട് വെച്ചാലും മതി. എന്നാലും പെട്ടെന്ന് വേവ് കൂട്ടാം നമ്മളെ കടല. അങ്ങനെയൊക്കെ ഓരോ പൊടിക്കൈകളൊക്കെ നോക്കാം. അപ്പോൾ ചായക്ക് വെള്ളം വെച്ച് ഇനി അതൊക്കെ തിളച്ച് പൊടിയും പഞ്ചാരയൊക്കെ ഇട്ട് പിന്നെ ഒരു ഗ്ലാസ് നമ്മൾ ചായ കുടിച്ചൊരു പതിവുണ്ടല്ലോ. അപ്പം ആ പതിവ് ഇന്നും ഞാൻ തെറ്റിച്ചിട്ടില്ല. അത് തെറ്റിച്ചാലും പറ്റില്ല, കാരണം പള്ളൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഒയപ്പെടുക്കലാണ്. ഒരു 8 മണിയൊക്കെ ആവില്ലേ നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ, അതുവരെ പള്ളൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഒയപ്പെടുക്കലാണ്. പിന്നെ ഈ കട്ടൻ ചായ കുടിച്ചാലാണ് നമ്മളെ ആ പള്ളൻ്റെ ഉള്ളത്തിലെ ഒയപ്പെടുക്കലാണ് മാറുക. അപ്പോൾ ചിലവർക്ക് നീച്ചുമ്പോൾ തന്നെ കട്ടൻ ചായ വേണം, അതേപോലെയാണ്. അപ്പോൾ ആദ്യം പച്ചവെള്ളമോ നമ്മളെ പഴങ്കഞ്ഞിൻ്റെ വെള്ളമോ എന്തെങ്കിലുമൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ചൂടില്ല കട്ടൻ ചായയാണ് കുടിച്ചുമ്പോഴാണ് ഒരു സന്തോഷമോ സമാധാനമൊക്കെയാണ് ഒരു പള്ളക്ക് കേട്ടോ. പിന്നെ നമ്മൾ ഓട്ടട ഇതാക്കണേ, ഞാൻ മാവൊക്കെ പാർന്ന് കൊടുത്തിക്കണേ. നന്നാകുമോ ഇല്ലേന്നൊന്നും അറിയില്ല. പാരുമ്പോൾ ഓട്ടട നന്നാകാഞ്ഞാൽ ഭയങ്കര ഗതികേടാണ്. ഓട്ടട ചുട്ടാൽ നന്നാകണം, അല്ലെങ്കിൽ പിന്നെ ചൂടാൻ നിൽക്കരുത്. നമ്മളൊരു ചങ്ങാഴ്ച ഉണ്ടായിനി, ഓള് ഓട്ടട ചട്ടി വാങ്ങിക്കാണ്ട് അത് ഗ്യാസുമ്മലല്ലാത്ത അടുപ്പത്ത് തന്നെ വെച്ചപ്പോത്തിന് പൊട്ടിത്തെറിച്ച്. എന്തേ ആവോ, അതാണെങ്കിൽ ആറ്റ് നോറ്റൊരു ചട്ടി വാങ്ങിയതാണ് ഓട്ടട തിന്നാൻ പൂതിയായിട്ട്. നമ്മളെന്നും ഓട്ടട ചൂടണം. അന്നൊക്കെ ഓൾ പറിച്ച് ഭയങ്കര ഇഷ്ടമാണ് ഓട്ടട. പക്ഷേങ്കിൽ ഞാൻ ചട്ടി വാങ്ങിയിട്ടില്ല. ആറ്റ് നോറ്റുള്ളൊരു ചട്ടി വാങ്ങി ചട്ടി അടുപ്പത്തേക്ക് വെച്ചോളൂ ഓട്ടട ചൂടാൻ നിന്നപ്പോത്തിന് ചട്ടിയാണ് പൊട്ടിയാണ് തെറിച്ച്. എന്തപ്പോൾ കാട്ടണത്? അപ്പോൾ എന്താ പറഞ്ഞ മാതിരി നമ്മളിപ്പോൾ ഓട്ടട ചുടുമ്പോൾ ചിലപ്പോൾ നന്നാവും ചിലപ്പോൾ നന്നാവില്ല. ഇന്ന് ഏതായാലും ചുട്ടത് നല്ല അടിപൊളിയായിരിക്കണം കേട്ടോ. സൂപ്പറായിട്ട് വന്നിരിക്കണം. ഹോൾസൊക്കെ വന്ന് ചിലത് പൊള്ളച്ച് ഒക്കെ ആയിക്കണം. പിന്നെ ചാറ് ഇതാക്കണ കടല ഞാൻ തൂമിച്ചാണ് പാർന്നിക്കണം കേട്ടോ. തൂമിച്ചിട്ടൊന്നും കാട്ടിയിട്ടില്ല. അപ്പോൾ നമുക്കിന്ന് ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ നമ്മളെ കുട്ടിക്ക് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ അതിന് ഞാൻ ഓന് ചോറ് ഇമ്മട്ടിക്കണ്. ഓനൊറ്റക്കൊന്നല്ല, നമുക്ക് ഇനി വൈകുന്നേരവും വന്നിട്ട് ചോറ് വെക്കണ്ടേ. അപ്പം ഞാൻ രാവിലെ എഴുതിയിട്ട് ഞമ്മക്കില്ല ചോറും പാട വെച്ചിക്കണം കേട്ടോ. പിന്നെ കുറേ പാത്രങ്ങളുണ്ട് അതിന് മോറാൻ, അതൊക്കെ ഒന്ന് മോറിയെടുക്കണം. കല്യാണത്തിന് പോകണം ഒക്കെ ഉണ്ട്. അപ്പോൾ ചോറ്റിനില്ല അരിയൊക്കെ തീ വെച്ചു, കുക്കറിൽ വെച്ചിക്കണം. വിസിൽ വരുന്നതിന് മുന്നേ നമുക്ക് എടുക്കാം. പിന്നെ ഇണ്ണിത്തണ്ട് അതുണ്ട്, അത് നമ്മളിന്ന് വെക്കണില്ല. ബിരിയാണി മന്തിയൊക്കെ വെച്ചാൻ പോകണോട്ട് ഇപ്പം ഇനി ഇണ്ണിക്കാമ്പ് മുതിരൊന്നും വെക്കാനാവില്ല. നാളെ മറ്റന്നാളൊക്കെ നോക്കാം ഇൻഷാ അല്ലാ. പിന്നെ ഇന്നലെ മസാല കൂട്ടി വെച്ച കുറച്ച് മീനുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ചോറ് വെന്തുക്കണോ ഒന്ന് നോക്കിയതാണ്. അപ്പോൾ ചോറ് ഒന്നും കൂടി ആകാനുണ്ട്. അപ്പോൾ ഞാൻ എന്താട്ടി ഒന്നും കൂടി മൂടി വെച്ചിക്കണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി തുറന്ന് നോക്കാം. പിന്നെ നമുക്ക് ഓന് കൊണ്ടുപോകാനുള്ള മീനൊന്ന് പൊരിച്ചെടുക്കാം.
അപ്പോൾ ഇന്നലെ ഞാൻ മസാല കൂട്ടിയപ്പോൾ അതിന് കണ്ട് മസാല കൂട്ടിച്ചാണ് കേട്ടോ. അല്ലെങ്കിൽ രാവിലെ പിന്നെ ഇതാക്കണ്ട. അപ്പോൾ അതിന് കണ്ട് മസാല ഇട്ട് കഴിഞ്ഞ് കുറച്ചുകൂടി മീനുണ്ട് നന്നാക്കി എടുക്കാൻ. അപ്പോൾ ഇനി കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അതിന് കുത്തിർക്കാൻ വല്ലാത്ത മടിയാണ്. അപ്പോൾ ആ മീനൊന്ന് നന്നാക്കി എടുക്കും വേണം. അപ്പോൾ അതൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് മാറ്റും വേണം. കട്ടായിട്ട് നിൽക്കല്ലേ. അപ്പോൾ അതാക്കണം ഒരു 4-5 മീൻ ഞാൻ പൊരിച്ചെടുത്തിക്കണ്. അത് ചട്ടിയിൽ ഇട്ട നേരം കൊണ്ട് നമ്മൾ ചോറൊന്ന് നോക്കി നോക്കുമ്പം ചോറ് വെന്തിക്കണം കേട്ടോ. ഇങ്ങനെ കുക്കറിൽ വെച്ചാൽ രസം പീടിയത്തെ അരിയും കൂടി ആകുമ്പോൾ എന്താ പറയുക, നമ്മളൊന്ന് നോക്കാനൊന്ന് പെച്ച് പോയാൽ ചോറ് കഞ്ഞിയായി മാറും കേട്ടോ. അപ്പോൾ അതിന് നിൽക്കണ്ട. എല്ലാവരും കുക്കറിലൊക്കെ ചോറ് ഇമ്മട്ടിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് വന്ന് നോക്കണം. പിന്നെ മീൻ ഇതാക്കണം ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ച് വെള്ളമൊക്കെ ഒന്ന് പാർന്നിട്ടിക്കണ്. ഐസൊന്നും ഉരുകട്ടെ. അപ്പോൾ തിനി നമ്മളെ മീനൊക്കെ ഒന്ന് അയക്കണേ. അപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കാണ് കേട്ടോ. അപ്പം ഈ പപ്പടം പൊരിച്ചുമ്പോഴും മീൻ പൊരിച്ചുമ്പോഴൊക്കെ എത്താപ്പോൾ ഈ കത്തിയോട് ഇങ്ങനെ ആക്കണേന്ന് ഇങ്ങനെ വിചാരിച്ചില്ലേ. എനിക്കറിയില്ല മക്കളെ, ഈ കത്തി കൊണ്ട് തന്നെ കുറേ കാലം മുന്നേ ഇതിങ്ങനെ ചേലായതുകൊണ്ട് ഇപ്പം ഇതന്നെ പറ്റുള്ളൂ കേട്ടോ. ഇപ്പം എങ്ങനെ ചട്ടകം എടുത്ത് മറിച്ചാൽ നോക്കിയാലും നമുക്ക് ചട്ടകം കൊണ്ട് മറിച്ചുമ്പോൾ വല്ലാത്ത ഗതിയിടാം. അതിനും വേണ്ടി ഈ കത്തി കൊണ്ടാണ് വെച്ചാൽ എളുപ്പമാണ് കേട്ടോ. പിന്നെ അങ്ങനെ മീനൊക്കെ മറിച്ചിട്ടെടുത്ത് നമുക്ക് അയലോക്കത്തെ പെരിയിൽ നിന്ന് കുറച്ച് പഴം കിട്ടിയിരിക്കണ്. പച്ചക്കായാണ്, അത് പോപ്പിച്ചാൻ വെക്കാം നമുക്ക്. പിന്നെ നമ്മളെ കുട്ടിക്ക് ഇന്ന് ചാറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഓന് ഉള്ളിക്കൂട്ടാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഉള്ളിയും തക്കാളിയും ഒക്കെ അരിഞ്ഞിട്ട് മസാലയൊക്കെ കൂട്ടി മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉള്ളിക്കൂട്ടാനും സെറ്റാക്കി എടുത്തിക്കണേ. അപ്പം ഞാൻ എന്താട്ടി അതിലൊരു തുള്ളി വെള്ളം ഊറ്റിച്ചാലേ ഞമ്മക്കൊരു സമാധാനമുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ വല്ലാത്തൊരു പൊറുതിയായിട്ടാണ് അതിൽ കുറച്ച് തുള്ളി വെള്ളം ഊറ്റിച്ചാഞ്ഞാൽ. അപ്പോൾ ഒരു തുള്ളി വെള്ളം ഊറ്റിച്ചെടുത്ത് ഒന്നും കൂടിയൊക്കെ ഒന്ന് വെള്ളം വറ്റിച്ചെടുത്ത് സെറ്റാക്കിയെടുത്തു. അങ്ങനെ അകൊക്കെ അടിച്ചു വരികയാണ്. അടിച്ചു വരുന്ന വേണ്ടി പറഞ്ഞ് ഉമ്മച്ചിയെ ചോറാക്കി പോകാനായി പറഞ്ഞു. അപ്പോൾ ചൂലൊക്കെ അവിടെ ഇട്ടിട്ട് ഓനുള്ള ചോറാക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാക്കണേ ചോറ് ആക്കി കൊടുക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളൊക്കെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിച്ചാണ് കേട്ടോ. ഉണ്ടാകുമെന്നറിയാം. അപ്പോൾ നമ്മളെ ഉള്ളിക്കൂട്ടാനിൽ ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കിയതാണ്. അപ്പോൾ ഓന് ഉള്ളിക്കൂട്ട ഇടുമ്പം പറയും ഒരു ഭാഗത്ത് മാത്രമല്ല മടുക, ആ അട്ടിപ്പാത്രം നിറച്ചിങ്ങോട്ട് കുറച്ചാണെങ്കിലും അങ്ങോട്ട് പരത്തി ഇട്ട് കൊടുക്കണം. ഇന്നെന്താണെന്നറിയോ, ചോറ് വെച്ചുമ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ ആ ചോറ്റക്ക് ഇങ്ങോട്ട് ഇറങ്ങി എല്ലാ ഭാഗത്തും ഇങ്ങോട്ട് ആകുമ്പോൾ ഒരു പ്രത്യേക രസമാണ് ചോറ്റിനെ അറിയാം. അപ്പം എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു മീൻ വെക്കാൻ മാത്രമേ ക്യാപ്പ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ പിന്നെ ഉള്ളിക്കൂട്ടാൻ്റെ മേലൊക്കെ വെച്ചിട്ട് അത് സെറ്റാക്കി എടുത്ത് 2-3 കണ്ട മീനും ഇട്ടുകണ്. നമ്മൾ ബിരിയാണിയൊക്കെ തിന്നാൻ പോകുമ്പോൾ നമ്മളെ കുട്ടി ഇങ്ങനെ മീൻ തിന്നുമ്പോൾ ഒരു പൊറുതിയോടൊക്കെ ഉണ്ട്. ഞാൻ അവനോട് ചോദിച്ച് ഇജ്ജ് പോരണോ കല്യാണത്തിന്? അപ്പോൾ പറഞ്ഞു ഞാൻ അല്ലമ്മ കടയിൽ നിന്ന് ലീവില്ല എന്ന് പറഞ്ഞു. അപ്പം എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് അപ്പം അങ്ങനെ ഓനുള്ള ചോറൊക്കെ സെറ്റാക്കി ഓനെ പിരിച്ച് വിടണം. അപ്പോൾ അതാക്കണം ഇന്നിക്കാമ്പ് കണ്ടപ്പോൾ നമ്മളെ സനൂന് ഒരു പൂതി സുർക്കിയിലിട്ടേക്കണം എന്നുള്ളത്. അപ്പോൾ അതൊന്ന് അരിഞ്ഞ് സുർക്കിയിലിട്ടേക്കണം. പിന്നെ നമ്മൾ മീനൊക്കെ നന്നാക്കാൻ വേണ്ടി ഇരുന്നിക്കണേ. കല്യാണത്തിന് പോകണമല്ലോ, നേരെ ആയിട്ടില്ല പോകാൻ. നേരത്തെ തന്നെ പോയി ചോറ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഉച്ചൻ്റെ നേരത്ത് നമ്മൾ ചോറ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ നേരത്ത് ഇങ്ങനെ ഒരു പള്ളൻ്റെ ഉള്ളിലൊരു പൈപ്പാണ്. നേരം തെറ്റി തിന്നാലേ ആ നേരം ആകുമ്പോൾ വല്ലാത്തൊരു പൈപ്പാണ്. 10-11 മണിയാകുമ്പോൾ ചോറുന്നുണ്ട. ഞങ്ങളൊരു 12:15 ആകുമ്പോൾ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കണത്. അപ്പോൾ പിന്നെ ചെല്ലുമ്പോൾ ചോറ്റിൻ്റെ നേരാവും ചെയ്യുമല്ലോ. അങ്ങനെ നിന്നതാണ്. നേരത്തെ ചോറുന്നാൽ പൈച്ചും. ഇനിയിപ്പോൾ പൈച്ചാലും കുഴപ്പമില്ല, നമ്മൾ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോണത്. ഇന്നതാക്കണേ മീൻ നന്നാക്കണേ. കുറേ ദിവസമായിക്കണില്ലേ മീനും നന്നാക്കണതും. നമ്മളെ കുട്ടികളെ കണ്ടിട്ടും ഇതാക്കണം. 3 എണ്ണം ഉണ്ട്, 4 കുട്ടികളുണ്ട്. അതിലൊന്നിനെ പട്ടി ഉണ്ടോയി. അതാണ് തള്ളടുപ്പിട്ടിട്ടാണ് പോകും. പിന്നെ ഓള് തിരിഞ്ഞാണ് നോക്കൂല. അപ്പോൾ കുട്ടികളെ പട്ടികളൊക്കെ കൊണ്ട് ഏതായാലും ഇത് 3 പിന്നെ പട്ടികളെ മുന്നിൽ കാണാത്ത കുട്ടികളാണ്. അങ്ങനെ മീനൊക്കെ മസാല കൂട്ടി വെച്ച് നമ്മൾ കല്യാണത്തിന് പോകാൻ റെഡി ആയിക്കണം കേട്ടോ. ചുരിദാറൊക്കെ ഇട്ട് പെരുന്നാക്കെടുത്ത ചുരിദാറാണ് നമ്മൾ ഇട്ടിക്കണത്. അങ്ങനെ നമ്മൾ പൗണ്ടറും കൺമസിയൊക്കെ ഇട്ട് കണ്ണാടിയിലൊക്കെ ഒന്ന് നോക്കുക ചൊറുക്കുണ്ടോ എന്നുള്ളത്. കണ്ണാടിക്ക് ഇങ്ങനെ നോക്കി പോവുകയാണ് കേട്ടോ. അപ്പോൾ കല്യാണത്തിന് പോകുമ്പോൾ കുറച്ച് ഒരുക്കങ്ങൾ കൂടുതലല്ലേ. അപ്പോൾ നമ്മൾ പൗണ്ടറും ഐലൈനറും മാത്രമേ ഇടുള്ളൂ കേട്ടോ. അല്ലാത്തൊന്നും ഇടലില്ല. അല്ലാത്തൊന്നും നമ്മൾ ഇടലില്ല. നമുക്ക് അത് തന്നെ ധാരാളം. പിന്നെ മക്കളൊക്കെ മാറ്റി നിൽക്കുന്നുണ്ട്. ഓഡിറ്റോറിയത്തിലൊക്കെ ചെന്ന് നമ്മൾ പുതിയടിനൊക്കെ ഒന്ന് കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ചോറ് വെച്ച് നമ്മൾ കുടിയേക്ക് പോരാണ് കേട്ടോ. ചോറ് വെച്ചിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല, തിരക്കല്ലേ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും വിചാരിച്ചു എത്താപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കണമെന്നില്ലേ. അപ്പോൾ പിന്നെ ഇച്ചൊരു കുറവ് കേട്ടോ കല്യാണപ്പേരിയിൽ നിന്ന് വീഡിയോ എടുക്കാൻ. അല്ലെങ്കിലൊക്കെ ഞാൻ കള്ളത്തരത്തിൽ എടുക്കലൊക്കെ ഉണ്ട്. ഇത് നമുക്ക് അതിനൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ
നമുക്ക് വീഡിയോ എടുക്കും വേണം. അങ്ങനെ ഉണ്ടല്ലോ, അങ്ങാടി ആനപ്പുറത്ത് പോകും വേണം, ആൾക്കാരൊക്കെ കാണാനും പാടില്ല എന്നമാതിരി, വീഡിയോ എടുക്കും വേണം പക്ഷെ ആരും കാണാനും പാടില്ല എന്നമാതിരി. അതുകൊണ്ട് വീഡിയോ എടുത്തിട്ടില്ല, കുറവായിട്ട് കേട്ടോ. പിന്നെ അതാക്കണേ നമ്മൾ എന്താണ് ചീര താളിച്ചു വൈകുന്നേരത്തിന് കേട്ടോ. അരി അരച്ചു, സമ്മന്തി മാത്രം, മീനും പൊരിച്ചാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.